ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടൽ, ലോകത്തിലെ ഏറ്റവും വലിയ മോൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഫെറിസ് വീൽ, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം, ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്, ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകൾ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടൽ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുഗാട്ടിയിലും ലംബോർഗിനിയിലും ചേസ് ചെയ്യുന്ന പോലീസുകാരുള്ള നഗരം, ലോകത്തിലെ മെഗാ സിറ്റികളിലൊന്ന്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു നഗരമാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സഞ്ചാരികളുടെ സ്വപ്ന നഗരമായ ദുബായ്. ഹബീബി കം ടു ദുബായ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഞാനിത് 12ാമത്തെ തവണയാണ് ദുബായിലെത്തുന്നത്. അപ്പം ദുബായിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയാണ്. ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. നിങ്ങൾക്കറിയാം, ബുർജ് ഖലീഫ ഡൗൺ ടൗൺ ദുബായിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ പകൽ കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടത് രാത്രിയിലാണ്. രാത്രിയിൽ ഈ ഡൗൺ ടൗണും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും മറ്റൊരു ലോകമായിട്ട് മാറും. ഇപ്പോൾ ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ ബിൽഡിങ്ങും ദുബായ് തന്നെയാണ്. അതിൻ്റെ പേര് ബുർജ് അസീസി എന്നാണ്. ദുബായ് ആഘോഷത്തിൻ്റെ ലോക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നഗരം. മീൻപിടുത്തം ഉപജീവനമാക്കിയ ഒരു കൂട്ടം ആളുകളുടെ പ്രദേശം എന്ന നിലയിൽ നിന്നും ലോക ബിസിനസ്സിൻ്റെ തലസ്ഥാനം എന്ന നിലയിലേക്കുള്ള വളർച്ചയെ അവിശ്വസനീയം എന്ന് വിശേഷിപ്പിക്കാനാകൂ. പിന്നെ ദുബായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ദുബായിൽ ഇത് ഞാൻ 12ാമത്തെ തവണയാണ് എത്തുന്നത്. പക്ഷേ ഇത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ദുബായ് എന്നും എനിക്കൊരു പ്രിയപ്പെട്ട നഗരം തന്നെയാണ്. ഓരോ തവണ ഞാൻ ദുബായിലെത്തുമ്പോഴും ദുബായ് എന്നെ എന്തെങ്കിലും കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു നഗരമാണ് ദുബായ്. അതും വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ട് ഈ വർഷം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രത്യേകതകൾ ദുബായ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അതുപോലെ ദുബായിലേക്കുള്ള എല്ലാ യാത്രകളും നമുക്കൊരു സന്തോഷം പകരുന്ന യാത്രകളാണ്. ഞാൻ യൂറോപ്പിലും ചൈനയിലും സിംഗപ്പൂരിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും ദുബായിലേക്ക് വരുമ്പം ഒരു സന്തോഷമാണ്. അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും. സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവന്റെ പടച്ചോനായ ദുബായിയെ നീ കാണും.